സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജോമെട്രിയിലെ ഡിസ്റ്റോർഷൻ എന്താണെന്നുള്ളത് കണ്ടു. എങ്ങനെയാണ് ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആവുന്നതെന്നുള്ളത് കണ്ടു. റീസൺ കണ്ടു. അസിമെട്രിക് ഫീലിംഗ് കൊണ്ടാണ് എന്നുവരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ആവുന്നത്. നമ്മൾ പറഞ്ഞു ഡീജനറസി റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഡീജനറസി റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പറഞ്ഞു ഫസ്റ്റ് വൺ സെഡ് ഔട്ട് ഡിസ്റ്റോർഷന്റെ കേസ് എടുക്കുകയാണ്. സെഡ് ഔട്ട്. അപ്പൊ സെഡ് ഔട്ട് ഡിസ്റ്റോർഷനകത്ത് ഞാൻ പറഞ്ഞു ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരുന്ന ലിഗാൻഡ്സ് ഫാർ എപ്പാർട്ട് ആയിട്ട് മൂവ് ചെയ്യും. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T2G ലെവലിലാണെങ്കിലും EG ലെവലിലാണെങ്കിലും അസിമെട്രിക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജോമെട്രിയിലെ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ T2G ഓർബിറ്റലിൽ ലൈക്ക് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അസിമെട്രിക് ഫീലിംഗ് വന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ജോമെട്രിയിലെ ഡിസ്റ്റോർഷന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. നമുക്ക് പ്രാക്ടിക്കലി മെഷർ ചെയ്യത്തക്ക രീതിയിൽ പോലും ഉണ്ടാവില്ല. വളരെ സ്ലൈറ്റ് ഡിസ്റ്റോർഷൻ മാത്രമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. എനർജി ലെവൽസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അവിടെ. ഇനി EG ലെവലിലാണ് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതെങ്കിൽ T2G ലെവലിൽ ഈ ഒരു അസിമെട്രിക് ഫീലിംഗ് വരികയാണെങ്കിൽ അതിന്റെ എനർജി സ്പ്ലിറ്റ് ആവും. രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആവാം. രണ്ട് T2Gയിൽ അസിമെട്രിക് ഫീലിംഗ് വരുമ്പോഴത്തേനും രണ്ട് രീതിയിൽ എനർജി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ എക്സസൈഡിന്റെയും വൈസൈഡിന്റെയും എനർജി ലോവർ ചെയ്തിട്ട് XYയുടെ എനർജി കൂടാം. അത് സെഡ് ഔട്ട് ഡിസ്റ്റോർഷനിലാണ് സംഭവിക്കുന്നത്. സെഡ് ഇൻ ഡിസ്റ്റോർഷനകത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് XY ഓർബിറ്റൽ എനർജി കുറഞ്ഞിട്ട് ഇസഡ് കമ്പോണന്റിനുള്ള രണ്ടുപേരുടെയും എനർജി ഇൻക്രീസ്ഡ് ആവുന്നു. ഇത് സെഡ് ഇൻ ഡിസ്റ്റോർഷനിലാണ് ഈ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ബട്ട് T2Gയിൽ ഉണ്ടാവുന്ന ഈ ഒരു സ്പ്ലിറ്റിംഗ് ഓക്കെ അസിമെട്രിക് ഫില്ലിംഗ് കാരണം ഡീജനറസി മൂന്നിന്റെ ഡീജനറേറ്റ് ആയിരുന്നു. അതിന്റെ ഡീജനറസി ഇപ്പൊ നഷ്ടപ്പെട്ടില്ലേ. ഒരാളുടെ എനർജി കൂടി രണ്ടുപേരുടെ എനർജി കുറഞ്ഞു. അപ്പൊ ഈ ഡീജനറസി ലോസ് ആയി. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. സോ ആസ് എ റിസൾട്ട് ജോമെട്രിയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷനും വളരെ കുറവായിരിക്കും. പക്ഷേ EG സെറ്റിലാണ് ഇതുപോലെ ഒരു അസിമെട്രിക് ഫീലിംഗ് വരുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ വരുവാണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ ഫിൽ ആവുകയാണ്. EG ഓർബിറ്റൽസ് രണ്ട് കേസിൽ അസിമെട്രിക്കലി ഫിൽഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് EG ഓർബിറ്റലില് അസിമെട്രിക് ഫില്ലിംഗ് വഴി ഉണ്ടാവുന്ന ജോമെട്രിയിലുള്ള ഡിസ്റ്റോർഷൻ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. കൃത്യമായിട്ട് നമുക്ക് ആ ജോമെട്രിയിലുള്ള ഡിസ്റ്റോർഷൻ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ EG ഓർബിറ്റലില് അസിമെട്രിക് ഫില്ലിംഗ് വരുമ്പോൾ EG ആണിത്. രണ്ട് ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആയിരുന്നു. അതിന്റെ ഡീജനറസി നഷ്ടപ്പെടും. സെഡ് ഔട്ടിന്റെ കേസിലാണെങ്കിൽ ഇസഡ് കമ്പോണന്റിന്റെ DZ² എനർജി കുറഞ്ഞിട്ട് DX² Y² എനർജി കൂടും. സെഡ് ഇൻ ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലാണ്. ഇവിടെ ഞാൻ കാണിച്ചിരുന്ന സ്പ്ലിറ്റിംഗ് T2G ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് വളരെ കുറവ്, തമ്മിലുള്ള സെപ്പറേഷൻ വളരെ കുറവാണ്. പക്ഷേ ഇവര് തമ്മിലുള്ള സെപ്പറേഷനോ നന്നായിട്ട് കൂടി. നല്ല രീതിയിൽ അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോമെട്രിയും നല്ല രീതിയിൽ നമുക്ക് സിഗ്നിഫിക്കന്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യത്തക്ക രീതിയിൽ ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആവുകയും ചെയ്യുന്നുണ്ട് EG ഓർബിറ്റലിൽ അസിമെട്രിക് ഫില്ലിംഗ് വരുന്ന കേസിൽ. സോ ഇവിടുത്തെ ഫില്ലിംഗ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇനി ഇതിനുള്ള ശരിക്കുള്ള റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സപ്പോസ് EGയിൽ എടുക്കുകയാണ്. EG സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. DZ² ഉണ്ട്, DX² Y² ഉണ്ട്. സപ്പോസ് DZ² ഇതാണ് കോൺഫിഗറേഷൻ എന്ന് വിചാരിച്ചു. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് DZ² ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിരിക്കുകയാണ്. DX² Y² ഇലക്ട്രോണേ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്ടാഹെഡ്രൽ ജോമെട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതല്ലേ Z ആക്സിസ്. ഇതെന്ന് പറയുന്നത് ഈ സ്ക്വയറിൽ വരുന്നത് ഇത് സ്ക്വയർ പ്ലാനാർ ആണ്. അല്ലെങ്കിൽ ഈ സ്ക്വയർ ആണെന്ന് പറയുന്നത് ഈ നാല് ലിഗാൻഡ്സും XY പ്ലെയിനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. XY പ്ലെയിനിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഡി ഓർബിറ്റൽസിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്കറിയാം അലോങ് ദി Z ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽ എന്ന് പറയുന്നത് ഏതാ? DZ² ആണ്. DZ² എന്ന് പറയുന്ന ഓർബിറ്റൽ അലോങ് ദി Z ആക്സിസ് ആണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ DX² Y² എന്ന് പറയുന്ന ഓർബിറ്റലോ
ഇങ്ങനെ എക്സ് വൈ ആക്സിസിൽ എലോങ് ആയിട്ട് അല്ലെ, എലോങ് ദി എക്സ് വൈ ആക്സിസ് ആണ് ഇത്. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റൽ. അപ്പൊ ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റലിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ഡി എക്സ് വൈയിൽ ഇലക്ട്രോണേ ഇല്ല, ഡി സെഡ് സ്ക്വയറിൽ അപ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിരിക്കുകയാണ്. അതായത് ഡി സെഡ് സ്ക്വയറിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി. സ്വാഭാവികമായിട്ടും എലോങ് ദി ഇസഡ് ആക്സിസ് വരുന്ന ലിഗാൻസിന് ഗ്രേറ്റർ റിപ്പൽഷൻ ഫേസ് ചെയ്യില്ലേ, അല്ലെ? എലോങ് ദി ഇസഡ് ആക്സിസ് രണ്ട് ലിഗാൻസ് ഇസഡ് ആക്സിസിലെ കൃത്യമായിട്ട് ഇസഡ് ആക്സിസിന് എലോങ് ആയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇസഡ് ആക്സിസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ അവർക്ക് റിപ്പൽഷൻ ഫീൽ ചെയ്യും, അവർക്ക് അധികമായിട്ട് ക്ലോസ്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ 4 ലിഗാൻസും ജസ്റ്റ് ഇമാജിൻ സെൻട്രൽ മെറ്റൽ ആണ്, മെറ്റൽ ഇങ്ങനെ തനിച്ചിരിക്കുകയാണ്. 4 ലിഗാൻസും 4 സൈഡിൽ നിന്ന് 6 ലിഗാൻസും ഇങ്ങനെ 6 സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണ് അതിന്. ഓക്കെ, ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 4 ലിഗാൻസും എക്സ് വൈ പ്ലെയിനിലൂടെയാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് പ്രശ്നമില്ല, എക്സ് വൈ പ്ലെയിനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒന്നും വലുതായിട്ട് കാണുന്നില്ല. സോ അവർ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യും, മെറ്റലും ലിഗാൻഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. ബട്ട് ഈ 2 ലിഗാൻസും ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സെഡ് ആക്സിസിൽ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ടുള്ളതായിട്ട് കാണുന്നു. സോ ഈ 2 ലിഗാൻസിനും കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അപ്പൊ ഇവര് രണ്ടും എന്ത് ചെയ്യും? കുറച്ച് ദൂരെയായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ ബാക്കി 4 ലിഗാൻസും വരുന്ന അത്രത്തോളം ക്ലോസ് ആയിട്ട് ഈ ഇസഡ് ആക്സിസിൽ വരുന്ന 2 ലിഗാൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ കുറച്ച് ദൂരെയായിട്ട് നിൽക്കും. ഓക്കെ, എലോങ് ദി ഇസഡ് ആക്സിസ് വരുന്ന 2 ലിഗാൻസും കുറച്ച് ഫാർ അപ്പാർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ദിസ് ഇസ് സെഡ് ഔട്ട്. ഇതിനെയാണ് നമ്മൾ സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. എലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽ ഫാർ അപ്പാർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ. മനസ്സിലായോ? അപ്പൊ സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ നടക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഡ് സ്ക്വയർ ഓർബിറ്റലില് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കണം. അപ്പൊ ഇതൊരു കേസ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഇവിടെ സിമെട്രിക്കലി ഫിൽഡ് ആണ്, സോ ജോൺടലിലെ ഡിസ്റ്റോർഷനെ ഉണ്ടാവില്ല. ഇനി അടുത്ത ഇതാണ് കേസ് എങ്കിലോ എന്ത് സംഭവിച്ചു? ഇവിടെയും സെഡ് സ്ക്വയറിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി. എക്സ് വൈ ഓർബിറ്റലില് ജസ്റ്റ് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഡി സെഡ് സ്ക്വയറിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവിടെയും ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താണ്? മാക്സിമം ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ. ഓർത്തിരിക്കുക, സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ എവിടെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഡ് സ്ക്വയർ ഓർബിറ്റലില് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി. ഓക്കെ, ഡി സെഡ് സ്ക്വയറിൽ മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി വരുമ്പോഴാണ് സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എപ്പോഴാണ് സെഡ് ഇൻ ഡിസ്റ്റോർഷൻ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് വൈ ഓർബിറ്റലിൽ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആയിട്ട് നിൽക്കുന്ന കേസ്. ഓക്കെ, എക്സ് വൈ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ എന്ന് വിചാരിച്ചു. ഇ സെറ്റ് മാത്രം വരയ്ക്കുകയാണ്. അപ്പോ ഇത് ഡി സെഡ് സ്ക്വയർ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. നമ്മൾ നേരത്തെ കണ്ടു സെഡ് ആക്സിസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യുന്നു. ഇനി ഇസഡിനെ എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈ ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ഡി സെഡ് സ്ക്വയറിൽ അല്ല ഇലക്ട്രോൺ വന്നിരിക്കുന്നത്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റലിലാണ് ഒരു ഇലക്ട്രോൺ ഫിൽ ചെയ്തേക്കുന്നത് വിചാരിച്ചു. അപ്പൊ എക്സ് വൈ ആക്സിസിൽ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടി, അല്ലെ? ഇതാണ് 4 ലിഗാൻസ്. ഇതാണ് നമ്മുടെ എക്സ് വൈ ആക്സിസ്. എലോങ് ദി എക്സ് വൈ ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നതാണ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഓർബിറ്റൽ. അപ്പൊ ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആണ്. എക്സ് വൈ പ്ലെയിനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആയിട്ട് നിൽക്കുകയാണ്. സെഡ് ആക്സിസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഈ 6 ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എലോങ് ദി എക്സ് വൈ പ്ലെയിൻ 4 ലിഗാൻസ് വരുന്നുണ്ട്. 1 2 3 4. എക്സ് വൈ പ്ലെയിനിലൂടെ 4 ലിഗാൻസ് വരുന്നുണ്ട്. സോ എക്സ് വൈ ആക്സിസിൽ ഇപ്പൊ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആയിട്ട് നിൽക്കുകയാണ്. ആസ് എ റിസൾട്ട് ഈ 4 ലിഗാൻസിന് ഗ്രേറ്റർ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇവർക്ക് അധികം ക്ലോസ് ആയിട്ട് വരാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷേ ഇസഡ് ആക്സിസിൽ ആ ഒരു പ്രശ്നമില്ല, കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് എക്സ് വൈ പ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഈ 2 ലിഗാൻസ് നോർമലായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ബട്ട് ബാക്കി വരുന്ന ഈ 4 ലിഗാൻസിന് അധികം ക്ലോസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ അവർ കുറച്ചുകൂടെ മാറി നിൽക്കും.
ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് സെഡ് ഇന്നിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് സെഡ് ഇൻ ആവുമ്പോഴത്തന്നെ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. കംപ്രഷൻ മനസ്സിലായോ? കംപ്രഷൻ അതായത് സെഡ് ആക്സിസിൽ വരുന്ന ആളുകളെക്കാട്ടിലും ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും XY പ്ലെയിനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ 4 ലിഗാൻഡ്സിന്. കാരണം ഗ്രേറ്റർ റിപ്പൾഷൻ കാരണം ഇവർക്ക് അധികം ക്ലോസ് ആയിട്ട് വരാൻ പറ്റില്ല. ഈ 4 ലിഗാൻഡ്സും കുറച്ച് ദൂരമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സെഡ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടെട്രഗണൽ കംപ്രഷൻ. അപ്പോ ടെട്രഗണൽ കംപ്രഷൻ ഉള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X2 Y2 ഓർബിറ്റലിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുന്നു. ഏതാ കോൺഫിഗറേഷൻ ഇങ്ങനെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവുക. അപ്പോഴും XY പ്ലെയിനിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടാണ്. അപ്പോഴും നമുക്ക് ടെട്രഗണൽ കംപ്രഷൻ അല്ലെങ്കിൽ സെഡ് ഇൻ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇത് കാരണം എനർജി ലെവൽ എങ്ങനെ സ്പ്ലിറ്റ് ആവുമെന്ന് ചോദിച്ചാൽ സെഡ് ഔട്ടിൽ പറഞ്ഞു. സെഡ് ഔട്ടിൽ എന്താ കേസ്? അലോങ് ദി ഇസഡ് ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് മെറ്റലിൽ നിന്നും വളരെ ദൂരമായിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലേ സെഡ് ഔട്ടിലെ കേസ്. സെഡ് ഔട്ടിലാവുമ്പോഴത്തേനെ ഈ രണ്ട് ലിഗാൻസും അലോങ് ദി ഇസഡ് ആക്സിസ് വരുന്ന ലിഗാൻസ് കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. സോ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കുറഞ്ഞിട്ട് ഇവർ ദൂരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എടുക്കാം സെഡ് കമ്പോണന്റിന്റെ എനർജി കുറഞ്ഞു പോകും. ഓക്കെ, ബിക്കോസ് അലോങ് ദി ഇസഡ് ആക്സിസ് വരുന്ന രണ്ട് ലിഗാൻസും അവരെ ഫാർ അപ്പാർട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സെഡ് കമ്പോണന്റിന്റെ എനർജി കുറവായിരിക്കും. അപ്പൊ നമുക്ക് T2 EG ലെവൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡി സെഡ് സ്ക്വയറിന്റെ എനർജി കുറഞ്ഞിട്ട് DX2 Y2 എനർജി കൂടുതലായിരിക്കും സെഡ് ഔട്ടിന്റെ കേസിൽ. അതുപോലെ T2G ഓർബിറ്റൽസ് എങ്ങനെ സ്പ്ലിറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സെഡ് കമ്പോണന്റിന്റെ എനർജി ഡിക്രീസ്ഡ് ആവും, XYയുടെ എനർജി കൂടും. സോ DXZന്റെയും DYZന്റെയും എനർജി മിനിമം ആയിട്ട് DXYയുടെ എനർജി ഇൻക്രീസ്ഡ് ആവും. ദിസ് ഇസ് ദ കേസ് ഓഫ് സെഡ് ഔട്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സെഡ് ഇന്നിന്റെ കാര്യം. സെഡ് ഇൻ ആവുമ്പോൾ അല്ലെങ്കിൽ ടെട്രഗണൽ കംപ്രഷൻ ആവുമ്പോൾ എന്താ കേസ് പറഞ്ഞത്? XY പ്ലെയിനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ 4 ലിഗാൻസ് ആണ് ഫാർ അപ്പാർട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ട് കുറച്ചുകൂടെ ക്ലോസ് ആണ് സെഡ് ആക്സിസിൽ വരുന്നവർ. ഓക്കെ, അപ്പൊ XY കമ്പോണന്റിന്റെ എനർജി കുറഞ്ഞിട്ട് സെഡ് കമ്പോണന്റിന്റെ എനർജി കൂടും. അപ്പൊ ഇവിടെ ഒബ്സർവ് ചെയ്ത സ്പ്ലിറ്റിംഗിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും സെഡ് ഇന്നിന്റെ കേസിൽ. സോ XY കമ്പോണന്റിന്റെ എനർജി കുറഞ്ഞു, DX2 Y2 എനർജി കുറഞ്ഞ് DZ2 എനർജി കൂടി. അതുപോലെ T2G സെറ്റിലും സെയിം സ്പ്ലിറ്റിംഗ് നടക്കാം. DXYയുടെ എനർജി കുറഞ്ഞിട്ട് XZYZന്റെ എനർജി ഇൻക്രീസ്ഡ് ആയി. ഓക്കെ, ഇതാണ് സെഡ് ഔട്ടും സെഡ് ഇന്നും. ഈ രീതിയിലാണ് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ജോണ്ടല ഡിസ്റ്റോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക്കലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ടത് അവർ എക്സാമിനാണെങ്കിൽ കുറച്ച് സെറ്റ് തരും. ഇപ്പൊ ലൈക്ക് കുറച്ച് കോംപ്ലക്സുകളായിരിക്കും തരുന്നത്. ഇപ്പൊ കോപ്പർ NH3 6 ടൈംസ് അല്ലെങ്കിൽ FeCl6 3 അങ്ങനെ കുറെ കോംപ്ലക്സ് തന്നിട്ട് എവിടെയാണ് ജോണ്ടല ഡിസ്റ്റോഷൻ ഒബ്സർവ് ചെയ്യുന്നത്, എവിടേക്കാണ് ഒബ്സർവ് ചെയ്യാത്തതെന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ കോപ്പർ NH3 6 ടൈംസ് 2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്. ഇപ്പൊ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ നോക്കണം, കോപ്പർ ആണ്, 2+ ആണ്. അപ്പൊ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് D9 ആണ്. 4s0 D9 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ D9 ആവുമ്പോഴത്തേനെ T2G സെറ്റ് EG സെറ്റ് അസിമെട്രിക് ഫില്ലിംഗ് വരുന്നുണ്ടോന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ബിക്കോസ് എന്താണ് ജോൺടലിന് ഡിസ്റ്റോഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് എടുക്കുക, കോംപ്ലക്സിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. D9 ആവുമ്പോഴത്തേന് ഇങ്ങനെ വരും. അപ്പൊ T2G ഓർബിറ്റൽസ് സിമെട്രിക്കലി ഫിൽഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ EG ഓർബിറ്റൽ എടുക്കുമ്പോഴോ അസിമെട്രിക് ഫില്ലിംഗ് വരുന്നുണ്ട്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ, ഒരു ഓർബിറ്റലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇവിടെ EG സെറ്റിൽ എന്തുണ്ട്, അസിമെട്രിക് ഫില്ലിംഗ് വരുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ജോൺടല ഡിസ്റ്റോഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കോപ്പർ 2+ D9 ആണ് സിസ്റ്റം എങ്കിൽ അവിടെ എന്തുണ്ട്, ജോൺടല ഡിസ്റ്റോഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടുതലും സെഡ് ഔട്ട് ആയിരിക്കും. കോപ്പർ 2+ കോംപ്ലക്സ് കാണിക്കുന്നത് കൂടുതലും സെഡ് ഔട്ട് ഡിസ്റ്റോഷൻ ആയിരിക്കും. അതായത് DZ2 എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുന്നത്, DXY ആവില്ല, DZ2 എക്സ്ട്രാ ഇലക്ട്രോൺ വരും. ഓക്കെ, അപ്പൊ അതാണ് കോപ്പർ 2+ന്റെ കേസ് ജോൺടല ഡിസ്റ്റോഷൻ.
ഡി സെഡ് സ്ക്വയറിൽ.